ഇന്നലെ എൻ്റെ നെഞ്ചിലെ. എനിക്ക് തോന്നുന്ന ഒരു 5-10 മിനിറ്റിനകത്ത് ഉണ്ടായ ഒരു പാട്ടാണ്. 10 മിനിറ്റ്? 10 മിനിറ്റ് ഉണ്ട്. ചില പാട്ടുകളൊക്കെ വളരെയധികം സമയം എടുത്തിട്ടുണ്ട്, 2-3 ദിവസം. അങ്ങനെ ദിവസം എടുത്ത പാട്ട്? പക്ഷെ ഈ ദിവസങ്ങൾ എടുക്കുന്നത് പറയുന്നത് ശരിക്കും ഞാൻ സമയം എടുക്കുന്നതാണ്. ഗിരീഷേട്ടനെ സംബന്ധിച്ചിടത്തോളം ഗിരീഷേട്ടന് മൂഡ് വന്നാൽ അതൊരു 10 മിനിറ്റിനാ പാട്ട് റെഡിയാവും, സംഭവം റെഡിയാണ്. അപ്പൊ ഗിരീഷേട്ടൻ എപ്പോഴും പറയും, നീ പ്രാർത്ഥിക്കേണ്ട ഇതാണ്, തോന്നലുണ്ടാവാൻ തോന്നണമേ എന്നാണ്. തോന്നലുണ്ടാവാൻ തോന്നണമേ. ഏത് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഒരു തോന്നലാണ്, ഒരു സ്പാർക്കാണ് തുടക്കം. അതെ. അപ്പോൾ ഈ തോന്നൽ ഇല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി വോയിഡാണ്. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ അത് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ഞാൻ ആദ്യം ഈ മന്ത്രം എന്നോട് ഞാൻ പറയും, തോന്നലുണ്ടാവാൻ തോന്നണമേ. അത് ഗിരീഷേട്ടൻ്റെ ഒരു മന്ത്രമാണ്. അതുപോലെ ഗിരീഷേട്ടൻ പറയുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, കലാകാരൻ അനുഗ്രഹത്താൽ ശപിക്കപ്പെട്ടവരാണ്. അത് എന്താണെന്ന് എനിക്ക് ആദ്യം ഇങ്ങനെ പറയുമ്പോൾ അനുഗ്രഹം എങ്ങനെ ഒരു ശാപമാവും എന്ന് ഞാൻ ഓർക്കാം. അപ്പോൾ ഗിരീഷേട്ടൻ പറയുന്നത് പറഞ്ഞാൽ എല്ലാ കലാകാരന്മാരുടെയും ഉള്ളിൽ ഒരു സെൻസിറ്റിവിറ്റിയാണ് അവർക്ക് അനുഗ്രഹമായിട്ട് ക്രിയേറ്റിവിറ്റിയിൽ വരുന്നത്. പക്ഷേ ഇതേ സെൻസിറ്റിവിറ്റി അവരുടെ പേഴ്സണൽ ലൈഫിൽ ഈ സെൻസിറ്റിവിറ്റി അവർക്ക് പ്രശ്നമാവും, അതാണ് ശാപം എന്നൊക്കെ. ഇങ്ങനെയുള്ള കുറേ ഫിലോസഫിയൊക്കെ ഗിരീഷേട്ടൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്.